ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹട്ടിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രീം ബണ്ണാണ്. അതിനാവശ്യമായ ചേരുവകൾ 2 കപ്പ് മൈദ. ഇത് ഞാൻ നേരത്തെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ നേരത്തെ അടച്ചു വെച്ചിരിക്കുകയാണ്. 1 മുട്ട, വറക്കാൻ എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കുഴയ്ക്കാനുള്ള വെള്ളം ആവശ്യത്തിന്. ഈ മൈദയിലോട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവിനെ ഒന്ന് പൊങ്ങാൻ വെക്കണം. 1-1.5 മണിക്കൂർ ഒന്ന് വെക്കണം. മയത്തിന് വേണ്ടി ലേശ എണ്ണ ഞാനിവിടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഏകദേശം 5 ബോൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ശകലം എണ്ണ ഞാൻ തോത്ത് കൊടുത്തിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് അകത്തി വേണം ഇത് വെക്കുമ്പോൾ വെക്കാനായിട്ട്. ഇനി ഒരു 30 മിനിറ്റത്തേക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം. ക്രീം ബണ്ണിനുള്ള ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ ബോള് ഇടാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അകത്ത് നന്നായിട്ടൊക്കെ ഒന്ന് വേകാനായിട്ട്. ഏകദേശം നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് കോരിയെടുക്കാം. അങ്ങനെ ക്രീം ബണ്ണിനുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഈ ബട്ടറിനെ നന്നായിട്ട് നമുക്ക് അലിയിച്ചെടുക്കാം. ഇനി കുറേശ്ശെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ബണ്ണ് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ഈ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ബൺ അല്ലെങ്കിൽ ബട്ടർ ബൺ ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം നല്ല മധുരമൊക്കെ ഉള്ളതാണ്. മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ക്രീം ബൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.